can go back and start a new beginning, but anyone can start today and make a new ending. Top of the morning to all, respected principal, teachers, and my lovely mates. Today, I, Krishnendu Vimal, is here as your anchor of the day. We welcome you all to this wonderful event, promising you a great time. To welcome you all to this special gathering. Today, we come together to share ideas, celebrate connections, and work towards meaningful goals. Let's make this event both inspiring and memorable. Thank you for being here, and let's get started. A new innovative idea in management, that is reverse mentoring. What is reverse mentoring? Let's talk about reverse mentoring. Is a modern approach to learn and develop that has become increasingly popular in recent days. ഈ കുറച്ച് വർഷങ്ങളായിട്ട് മാനേജ്മെന്റ് ഏരിയയിൽ കുറച്ച് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് റിവേഴ്സ് മെന്ററിംഗ്. ഇറ്റ് ഇൻവോൾവ്സ് pairing experienced professionals with less experienced individuals, typically from different generations of levels of seniority. Mentoring ട്രഡീഷണൽ മെന്ററിങ്ങിനെക്കാട്ടും കുറച്ച് വ്യത്യാസമായി ടു വേ എക്സ്ചേഞ്ച് ഓഫ് നോളജ് സ്കിൽസ് എന്നാണ്. ഓക്കെ, ട്രഡീഷണൽ മെന്ററിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു വൺ വേ എക്സ്ചേഞ്ച് ഓഫ് നോളജ് ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ട്രഡീഷണൽ മെന്ററിങ് എന്ന് പറയുക. ബട്ട് റിവേഴ്സ് മെന്ററിങ് അങ്ങനെയല്ല. വൈ റിവേഴ്സ്? ഷിഫ്റ്റിംഗ് പവർ ഡൈനാമിക്സ്, ബ്രിഡ്ജിംഗ് ജനറേഷണൽ ഗ്യാപ്സ്. Shifting power dynamics. Reverse mentoring flips the traditional mentoring script, where more senior employees guide junior ones. ഈ ജൂനിയേഴ്സിനെ ഗൈഡ് ചെയ്യാന്നുള്ളത് മാറ്റിയിട്ട് ജൂനിയേഴ്സും സീനിയേഴ്സും ഒരേപോലെ പ്രവർത്തിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ ജൂനിയർ ലെവലിലുള്ളവർക്കാണ് ടെക്നോളജി, ഡേറ്റ, ഡിജിറ്റൽ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് പങ്കിടുന്നതാണ് റിവേഴ്സ് മെന്ററിംഗ് എന്ന് പറയുന്നത്. ഒത്തിരി ചേഞ്ച് പറയാം, ഓരോ ദിവസവും ഓരോ ചേഞ്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ റിവേഴ്സ് മെന്ററിംഗ് ഫേസ് ചെയ്യുന്നത്. പിന്നെ ലെവറേജിംഗ് ഡിജിറ്റൽ എക്സ്പെർട്ടൈസ്, അത് യങ്ങർ ജനറേഷൻ ആണ് ഫ്ലുവന്റ് ഡിജിറ്റൽ ടൂൾസ്, പ്ലാറ്റ്ഫോംസ്. നല്ല രീതിക്ക് യങ്ങർ ജനറേഷൻസ് ഇപ്പൊ നമ്മുടെ സിബ്ലിംഗ്സിനാണെങ്കിലും നമ്മളെക്കാളും നന്നായിട്ട് അറിയാം, കുറച്ചുകൂടെ മാനേജ് ചെയ്യാം. അപ്പം ഓരോരുത്തരും ഈ ജൂനിയേഴ്സിനാണ് കൂടുതലും ഡിജിറ്റൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. ബെനിഫിറ്റ്സ് ഓഫ് റിവേഴ്സ് മെന്ററിംഗ്: building inclusive work, greater understanding, enhanced collaboration, improved retention, greater understanding. Reverse mentoring promotes empathy and understanding and shared experience. നമ്മൾ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആണ്, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഹെൽപ്പ് us to ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു ടീമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ റിവേഴ്സ് മെന്ററിംഗ് ഒരാൾ പറയുന്നത് മാത്രം കേൾക്കാതെ ആ ഒരു ഗ്രൂപ്പിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ജൂനിയേഴ്സിന്റെ കാര്യങ്ങളും അവരുടെ ഐഡിയാസും കൂടെ കേട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻഹാൻസ്ഡ് കൊളാബറേഷൻ, ഇറ്റ്സ് ബ്രേക്ക് ദ ട്രഡീഷണൽ ഹൈറാർക്കീസ് ആൻഡ് ഫോഴ്സസ് മോർ കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെന്റ് വേർ എവരിവൺ ഫീൽസ് വാല്യൂഡ്. എല്ലാവരും ഒരേ വാല്യൂ ആയിട്ട് തന്നെ നിൽക്കും. അല്ലാതെ ടോപ്പ് അതോറിറ്റി മാത്രം ഒരു ഗ്രൂപ്പിൽ പറയുക അല്ല ആ ആൾ മാത്രം വാല്യൂബിൾ ആയിട്ട് തോന്നിക്കുന്നതല്ല റിവേഴ്സ് മെന്ററിംഗ്. Improved retention. Reverse mentoring helps the organization retain valuable talent by creating more inclusive and engaging workplace where employees feel supported and appreciated. ഇപ്പോൾ തന്നെ പല കമ്പനികളിലുള്ള പ്രശ്നമാണ് ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരുടെ പേര് കുറെ അവർക്ക് ഒരു വാല്യൂ ഉള്ള കമ്പനി വാല്യൂ ഉള്ളതായിട്ട് തോന്നാറില്ല. പക്ഷെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ എന്നാ തോന്നും. ഞങ്ങൾ പറയുന്നത് കമ്പനി കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പവർ ഉണ്ടാക്കാൻ എന്നൊരു ഇംപ്ലിമെന്റേഷൻ കഴിയും. കെയർഫുൾ മാച്ചിങ്, സ്ട്രക്ചർഡ് പ്രോഗ്രാം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കെയർഫുൾ മാച്ചിങ് pair mentors and means based on the interest, skill, goals, ensuring productive learning experience of both parties. ഈ ഇതുകൊണ്ട് തന്നെ രണ്ട് ടീമിനും ഗുണമാണുള്ളത്. ഇപ്പൊ ജൂനിയേഴ്സിൽ നിന്ന് മറ്റു സീനിയേഴ്സിനെ പഠിക്കാം, സീനിയേഴ്സിൽ നിന്ന് ജൂനിയേഴ്സിനെ പഠിക്കാം. അങ്ങനെ പിന്നെ സ്ട്രക്ചർഡ് പ്രോഗ്രാം, എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ ഗോൾസ്, ടൈംലൈൻസ്, എക്സ്പെക്ടേഷൻ ഫോർ മെന്ററിംഗ്, റിലേഷൻഷിപ്പ് വിത്ത് റെഗുലർ ചെക്ക്-ഇൻസ് ടു ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് അഡ്രസ് എനി ചേഞ്ചസ്. എല്ലാ ചേഞ്ചസും എല്ലാം കണ്ടും ട്രാക്ക് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പറ്റും. പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റ് ഓപ്പൺ ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് വേർ മെന്റേഴ്സ് ആൻഡ് ടീംസ് ഫീൽ കംഫർട്ടബിൾ ഷെയറിംഗ് ദെയർ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. ഇപ്പം നമുക്ക് തന്നെയാണെങ്കിലും നമുക്ക് ടീച്ചേഴ്സിനോട് ഇന്നൊരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും മിസ്സേ എന്ന് പറയാൻ ഒരു പേടിയില്ലാതെ പറയണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അവരുമായിട്ട് നല്ലൊരു ബോണ്ട് ആവശ്യമാണ്. ആ ഒരു ബോണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ റിവേഴ്സ് മെന്ററിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. റിയൽ വേൾഡ് എക്സാമ്പിൾസ്. ഇപ്പം വേൾഡിലെ ഏറ്റവും വലിയ ടോപ്പ് നിൽക്കുന്ന കമ്പനികൾ തന്നെ ഇത് യൂസ് ചെയ്യാൻ
തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഗൂഗിൾ, IBM, ആപ്പിൾ ഒക്കെ എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ program connected employees across different levels and departments to share knowledge and learn from each other's experience. ഗൂഗിൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്താണ് ഇങ്ങനെ ഒരു റിവേഴ്സ് മെന്ററിംഗിന്റെ ഒരു പ്രോഗ്രാം വെച്ചത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർക്കുള്ള എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യാനും അവരുടെ ഉള്ള എഡ്യൂക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. പിന്നെ അഗെയിൻസ്റ്റ് റിവേഴ്സ് മെന്ററിംഗ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം pays senior executive with the younger employees to gain insight to emerging technologies and market trends. ഇപ്പോഴത്തെ കൂടുതൽ ടെക്നോളജീസ് ജൂനിയേഴ്സിനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അറിയണം, അതറിയാനോ പിന്നെ മാർക്കറ്റ് ട്രെൻഡ്സ് അറിയാനും സീനിയേഴ്സിനെ ജൂനിയേഴ്സിനെ ചെയ്തു മിക്സ് ചെയ്തു. പിന്നെ ആപ്പിളിന്റെ ആണെങ്കിലും ആപ്പിൾ പ്രോഗ്രാം എൻകറേജസ് ക്രോസ് ജനറേഷണൽ മെന്റർഷിപ്പ് ടു ഫോസ്റ്റർ എ മോർ ഇൻക്ലൂസീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. ആപ്പിളിന്റെ എല്ലാ കമ്പനികളിലും ഇപ്പോൾ റിവേഴ്സ് മെന്ററിംഗ് ആണ്. കാരണം ടോപ്പ് അതോറിറ്റിയിൽ നിന്ന് ഒരു ഫ്ലോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച്, ഐഡിയാസ് എക്സ്ചേഞ്ച് എല്ലാം തന്നെ മസ്റ്റ് ആയിരിക്കുവാണ് ഇതിൽ. ഗെയിം ചേഞ്ചർ, ബൂസ്റ്റിംഗ് ഇന്നോവേഷൻ, ഇംപ്രൂവിംഗ് എംപ്ലോയി എൻഗേജ്മെന്റ്, സ്ട്രെങ്തനിങ് ബിസിനസ് പെർഫോമൻസ്. Boosting innovation, reverse mentoring sparks fresh perspectives and encourage new ideas by bringing together different generations. ഒരു ജനറേഷൻ ഗ്യാപ്പ് അത് ക്രോസ് ചെയ്യുന്നതോടെ തന്നെ ഒരുപാട് ഇന്നോവേഷൻസും അതുപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസും എല്ലാം കമ്പനികളിൽ വരുന്നു. അതുപോലെ ഇംപ്രൂവ് എംപ്ലോയി എൻഗേജ്മെന്റ്, എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പൊ തന്നെ എംപ്ലോയീസിന്റെ എൻഗേജ്മെന്റ് കൂടും. കാരണം താൻ വർക്കുന്ന കമ്പനിയിൽ തനിക്കൊരു വാല്യൂ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അവരുടെ വർക്കിലേക്കുള്ള എൻഗേജ്മെന്റും അതെല്ലാം കൂടുന്നതായിരിക്കും. Strengthening business performance. Reverse mentoring helps organization to adapt to rapid change and stay competitive in consistency involving marketing. ഈ സ്റ്റഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസും സ്റ്റഡീസും ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസിനെ അതുപോലെ തന്നെ മാർക്കറ്റിനെ അറിയാനും ഡിജിറ്റലി നമ്മുടെ ലോകം എത്രത്തോളം വളരുന്നുണ്ടെന്ന് സീനിയേഴ്സിനെ അറിയിക്കാനും ജൂനിയേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. Conclusion: Advance of the power of reverse mentoring. Reverse mentoring offers a valuable opportunity to foster a more inclusive, innovative, and dynamic